മലപ്പുറം ജില്ലയിലൂടെയാണ് നമ്മുടെ പര്യടനം. ഇപ്പോൾ വള്ളിക്കുന്നിലേക്ക് വലിയ ഇടത് തരംഗം ആഞ്ഞടിച്ച് 2021 പോലും 14,116 വോട്ടോടുകൂടി UDF സ്ഥാനാർത്ഥി ലീഗിനെ വള്ളിക്കുന്ന് തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഇക്കുറി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? നോക്കാം സ്ഥാനാർത്ഥികൾ. വള്ളിക്കുന്നിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ LDF-ൽ നിന്ന് CP മുസ്തഫ, UDF-ൽ നിന്ന് TV ഇബ്രാഹിം, NDA-ൽ നിന്ന് M പ്രേമൻ. മൂന്നുപേരും സ്ക്രീനിലേക്ക്. ഒന്നും സംഭവിക്കാൻ വള്ളിക്കുന്നിലും കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും മലപ്പുറത്തും കണ്ട അതേ ഇബ്രാഹിം തന്നെ. കഴിഞ്ഞ തവണ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് വിജയിച്ചത്. ഇനി അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി തിരൂരങ്ങാടിയിൽ 9,578 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി പോയതെങ്കിൽ ഇക്കുറി പക്ഷേ തിരൂരങ്ങാടിയിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി എന്ന് പറയുന്ന നേതാവ് അവിടെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നത് മുതൽ വാർത്താ പ്രാധാന്യം നേടിയ ഇടമാണ്. പ്രചാരണത്തിന് പോയത് കണ്ടിരുന്നല്ലോ അല്ലേ? അദ്ദേഹം പ്രചാരണത്തിന് പോയതും കണ്ടു. പ്രചാരണത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തതെന്നും നമ്മൾ കണ്ടു. മണ്ഡലമാണ്. പക്ഷേ നോക്കൂ, രണ്ടത്താണിയുടെ വിഷയം രണ്ടത്താണിയുടെ സീറ്റ് മാത്രമായിരുന്നു. രണ്ടത്താണിയുടെ വികാരം മറ്റുള്ളവർക്കുണ്ടാകാനുള്ള സാധ്യത PMA സമീർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രെൻഡ് അജിത് കൊളാടി, PMA സമീർ, ഒരു വാചകം എനിക്ക് PMA സമീർ നമ്മൾ ഈ ഇന്നത്തെ അന്ന് യാത്ര ചെയ്തപ്പോൾ PMA സമീറിനെ കണ്ടിരുന്നു. PMA സമീർ ഒരു ടെക്നോക്രാറ്റ്, ഒരു ഫിനാൻഷ്യൽ ടെക്നോക്രാറ്റ്. ഇപ്പോ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പുനരധിവാസ പദ്ധതിയുടെ മുഴുവൻ പദ്ധതിയും രൂപരേഖയും കെ കുഞ്ഞാലിക്കുട്ടി എന്റെ അഭിമുഖത്തിൽ പറഞ്ഞു ചന്ദ്രികയിലെ പ്രശ്നം പരിഹരിച്ചു, ചന്ദ്രികയുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു, അവിടുത്തെ മനോഹരമായ വീടുകളുടെ നിർമ്മാണത്തിലെ ബുദ്ധി കേന്ദ്രം. വേറൊന്നും അദ്ദേഹത്തിന് പറയാൻ സൈലന്റായി വർഷങ്ങളായി ലീഗിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ലീഗിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ രാജ്യസഭാ MP യെ കുറിച്ച് പറയുമല്ലോ. ലീഗിന്റെ രാജ്യസഭാ MP ഹാരിസ് ബീരാൻ എങ്ങനെയാണോ ലീഗലായിട്ട് ഒരു പ്രൊഫഷണൽ ആവുന്നത്, സമാനമായ രീതിയിലുള്ള ഒരു പ്രൊഫഷണലാണ് ഈ ഒരുപക്ഷെ മന്ത്രിസ്ഥാനമോ പ്ലാനിംഗ് ബോർഡിലൊക്കെ വളരെ നല്ല സ്ഥാനങ്ങളോ ഒക്കെ കിട്ടേണ്ട ആളാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പുതുക്കക്കാരനല്ല. പുതുക്കക്കാരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വലിയ ലീഗിന്റെ നേതാവ് കൂടിയാണ്. അടിത്തട്ടിൽ പണിയെടുക്കുന്നവരല്ല. നമ്മുടെ ബജറ്റ് ചർച്ചയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. PMA സമീർ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നയാളാണ്. PMA സമീർ ജയസാധ്യത PMA സമീറിന് തന്നെയാണ്. തിരുരങ്ങാടി വലിയ കോട്ടയാണ്. കോട്ടയ്ക്കൽ വലിയ കോട്ടയാണ്. 16,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 2021 UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്. കോട്ടയ്ക്കലാണോ തിരുരങ്ങാടിയാണ് കഴിഞ്ഞത്? തിരുരങ്ങാടി കഴിഞ്ഞു. കോട്ടയ്ക്കലിൽ UDF-ന്റെ ആബിദ് ഹുസൈൻ തങ്ങൾ, LDF-ന്റെ K പ്രീതി, NDA-യുടെ C സുബ്രഹ്മണ്യൻ. ആബിദ് ഹുസൈൻ തങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുമോ? ട്രെൻഡ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഉണ്ടാകില്ല. തദ്ദേശത്തിലും നല്ല ലീഡാണ്. മാത്രമല്ല അവിടെ ലീഗ് എണ്ണ ഇട്ട മെഷീൻ പോലെ ഒരു സ്ഥാനാർത്ഥി സംഭവിക്കാനില്ല. ലീഗുകാർ നോക്കിക്കോളൂ. നെക്സ്റ്റ് ഈസ് പൊന്നാനി. പതിവ് പോലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ്. അവിടെ എഴുതി തള്ളാൻ പറ്റില്ല UDF സ്ഥാനാർത്ഥി നൌഷാദ് അലി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ 1,200 വോട്ടിന്റെ ലീഡേ ഉള്ളൂ UDF-ന്. പൊന്നാനിയില് കഴിഞ്ഞ തവണ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര് പോകുന്നത്? LDF സ്ഥാനാർത്ഥി പൊന്നാനിയിൽ നിന്ന് വിജയിക്കുന്നത് നന്ദകുമാർ. അവിടെ നിന്ന് 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. മാത്രമല്ല അവിടെ നൌഷാദിൽ എന്ന കാൻഡിഡേറ്റ് ഒട്ടും കുറച്ച് തീരദേശത്തുള്ള മനുഷ്യർക്ക് വേണ്ടി നൌഷാദിൽ ചെയ്ത കാര്യങ്ങൾ ചെറുതല്ല. പക്ഷേ മണ്ഡലത്തിന് 4 പഞ്ചായത്തുകളും UDF-നൊപ്പമാണ് നിന്നത്. ആ വിധിയെഴുത്ത് ഇവിടെ പ്രകടമാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ട്രെൻഡ്? വരട്ടെ. അവിടെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളൊക്കെ വലിയ ബഹളമായിരുന്നു. ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ചെറിയൊരു എഡ്ജ് നൗഷാദിലേക്ക് ഉണ്ടെന്നാണ്. അതായത് 17,000 ഒരു ഈസി വാക്ക് ഓവർ കിട്ടൂല ഇത്തവണ സക്കീറിന്. താനൂരിൽ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട ശബ്ദമാണ് പി കെ നവാസാണ് മത്സരിക്കുന്നത്. അവിടെ മത്സരിക്കേണ്ടിയിരുന്നത് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. പക്ഷേ LDF സ്ഥാനാർത്ഥി അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നില്ല.
ടി മുഹമ്മദ് സമീറാണ് LDF ൽ നിന്നും. 2021 അബ്ദുറഹ്മാൻ അവിടുന്ന് ഓടിയതാണ് അല്ലേ? താനൂരിൽ നിന്നും. വോട്ടിന്റെ ലീഡേ ഉള്ളൂ. അല്ലല്ല തവന്നൂര് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് ഇത് പറയുന്നത് താനൂര് മണ്ഡലത്തിൽ നവാസ് തന്നെയാണ് കേട്ടോ. നവാസാണ്. അതെ അതെ ജയസാധ്യത വന്നു. പി കെ നവാസാണ്. താനൂരിൽ പക്ഷേ അബ്ദുറഹ്മാൻ ആയിരുന്നു കുറച്ചുകൂടെ മത്സരം കടുക്കുമായിരുന്നു. അല്ല പക്ഷെ അപ്പോൾ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ റിസൾട്ടിൽ. MSFന്റെ നേതാവായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗിന്റെ നേതാവാണ്. സഭയിലേക്ക് അതെ ചർച്ചയിൽ പഠിച്ച് നന്നായി അതെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. വലിയ ലീഡാ, 16,000 ലീഡ്. വിവാദങ്ങളും വലിയ മാറ്റം. അതിൽ നിന്നുള്ള തിരിച്ചറിവും Next is Thiru.